എല്ലാം പൊന്നാക്കി മാറ്റിയ മഹാപ്രതിഭ എം.ടി. വാസുദേവൻ നായരുടെ വിയോഗത്തിൽ മലയാളക്കരയാകെ കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ്. എം.ടിയുമായി അത്രയും അടുത്തു നിന്നവർക്ക് ഈ ഒരു വേർപാട് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. എം.ടിയുമായി ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് നടൻ മമ്മൂട്ടി. മലയാളത്തിന്റെ മഹാപ്രതിഭയായിരുന്ന എം.ടിയുടെ വിയോഗത്തിൽ വൈകാരികമായ കുറിപ്പുമായി നടൻ മമ്മൂട്ടി. ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മമ്മൂട്ടി തൻ്റെ കുറിപ്പിൽ എഴുതിയതിലൂടെ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴം എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാം. എം.ടി. വാസുദേവൻ നായരുടെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ താൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി കുറിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് മമ്മൂട്ടി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ചിലരെങ്കിലും പറയാറുണ്ട് എം.ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരുകൈകളും മലർത്തി വയ്ക്കുന്നു. ഇത്രയുമാണ് മമ്മൂട്ടിയുടെ കുറിപ്പിലുള്ളത്. എം.ടി എന്ന 2 അക്ഷരം കൊണ്ട് മലയാള സാഹിത്യത്തിന്റെ തലവര തന്നെ മാറ്റിമറിച്ച മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ എന്ന എം.ടി. വാസുദേവൻ നായർ വിട പറയുകയാണ്. മമ്മൂട്ടി എന്ന മഹാനടനും എം.ടി. വാസുദേവൻ നായരും തമ്മിലുള്ള ബന്ധം മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. അവർ ഇരുവരും ചേർന്നപ്പോൾ ഉണ്ടായ സിനിമകളും കലാപരമായ സംഭാവനകളും മലയാളികളുടെ മനസ്സിൽ എന്നും അനശ്വരമാണ്. മമ്മൂട്ടി എന്ന മഹാനടന് എം.ടി എന്ന മലയാളത്തിൻ്റെ എഴുത്തുകാരൻ്റെ മനസ്സിലുള്ള സ്ഥാനം എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കുറിപ്പ് മാത്രം മതി. മമ്മൂട്ടി എന്ന നടനിലെ പ്രതിഭയെ വെള്ളിത്തിരയിലൂടെ പ്രതിഫലിപ്പിക്കാനും മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ മലയാളത്തിന് ലഭിക്കാനും ഇടയായത് എം.ടി എന്ന മഹാനിൽ നിന്നാണ്. കാലൊന്ന് ഇടറിയപ്പോൾ കൂടെയുണ്ടാകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞെങ്കിൽ അതും ഒരു നിയോഗമായി തന്നെ കാണാം. മഞ്ഞുകാലം നാലുകെട്ടിലെ 2-ാം ഊഴത്തിന് കാത്തി നിൽക്കാതെ അസുരവിത്ത് മറഞ്ഞു പോവുകയാണ്.